കോൺഗ്രസ് എങ്ങനെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെയും തന്നെയും വരിഞ്ഞു മുറുക്കിയെന്ന് വ്യക്തമാക്കി കെ.എം. മാണിയുടെ ആത്മകഥ നാളെ പുറത്തിറങ്ങും. പുസ്തകം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശിപ്പിക്കും. കെ. കരുണാകരൻ, ഉമ്മൻചാണ്ടി, എ.കെ. ആന്റണി, വി.എം. സുധീരൻ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ തുടങ്ങിയവരെല്ലാം കോൺഗ്രസിനുള്ളിൽ മാണിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു. അവസാന നാളുകളിൽ അതിൽ ചിലത് ഓർത്തെടുത്ത് കുറിച്ചതാണ് ഈ ആത്മകഥയിലുള്ളത്. 1991 വരെ തങ്ങൾക്കുണ്ടായിരുന്ന രാജ്യസഭാ സീറ്റ് എ.കെ. ആന്റണിക്ക് വിട്ടുകൊടുത്തതും ഓർമ്മിപ്പിക്കുന്നു. 1997-ലും 2003-ലും ഈ നഷ്ടം സംഭവിച്ചു. വഴുതി പോയ കേന്ദ്ര മന്ത്രിസ്ഥാനം എന്ന അധ്യായത്തിൽ ബി.ജെ.പിയുടെ രഥയാത്രയും വിവരിക്കുന്നു. പ്രധാനമന്ത്രിയായ വി.പി. സിംഗിൻ്റെ നിലപാടുകൾ അനുസരിച്ച് 90 ഒക്ടോബർ 21-ന് ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ് രഥയാത്ര തടഞ്ഞു. ഇതോടെ വി.പി. സിംഗിൻ്റെ കസേരയും ഉലഞ്ഞു. നവംബർ 7-ന്റെ വിശ്വാസപ്രമേയം പരാജയപ്പെട്ടു. അന്നും ബി.ജെ.പിക്കെതിരെ നിലപാടെടുത്ത് ഇടതുപക്ഷം വി.പി. സിംഗിനെ പിന്തുണച്ചു. നവംബർ 20-ന് കേരള ഹൗസിൽ ഉണ്ടായിരുന്നു. വൈദ്യുതി വകുപ്പ് നീക്കിവെച്ചതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു. എന്നാൽ വൻ ചതിയുടെയും ഉപജാപങ്ങളുടെയും ദുർഗന്ധം പേറി അർദ്ധരാത്രിക്ക് കേരള കോൺഗ്രസ് പ്രവർത്തകരെ സ്തബ്ധരാക്കി മറ്റൊരു വാർത്തയെത്തി. കെ.എം. മാണിയുടെ പേരില്ല. അങ്കലാപ്പും നിരാശയും ഏവരിലേക്കും പടരവേ ചിലരുടെയെങ്കിലും മനസ്സിൽ ഒരു നേതാവിൻ്റെ ചിത്രം തെളിഞ്ഞു വന്നു. കെ. കരുണാകരൻ ജീവിതത്തിൽ ആദ്യമായി കബളിപ്പിക്കപ്പെട്ടു. കെ.എം. മാണി പുസ്തകത്തിൽ കുറിച്ചതാണിത്. ബാർക്കോഴ വിവാദത്തിലൂടെ കോൺഗ്രസ് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയത് 6 പേജിൽ വിവരിക്കുന്നു. ആരോപണം ഉയർന്ന് 2 ദിവസത്തിനകം ഇങ്ങനെ ഒരു ആരോപണമുണ്ടാകാൻ കാത്തിരുന്ന പോലെ അത്ര വേഗത്തിലായിരുന്നു എനിക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണം നടന്നത്. ചുമതലയുണ്ടായിരുന്ന മന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാനത്തുണ്ടായിരുന്നില്ല, അമേരിക്കയിലായിരുന്നു. മടങ്ങിയെത്തിയ ഉടനെ അടിയന്തര കാര്യം എന്ന പോലെ ത്വരിതാന്വേഷണം പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. മാണി കുറിച്ചു. മാണിക്കും പാർട്ടിക്കെതിരെയുമുള്ള കോൺഗ്രസിൻ്റെ ചതിയുടെ കാണാപ്പുറങ്ങളാണ് ആത്മകഥയിൽ പറയുന്നത്. കോൺഗ്രസിൻ്റെ ചതി തിരിച്ചറിഞ്ഞ് പലപ്പോഴും തുറന്നു പറയാതെ ഉള്ളിലൊതുക്കി വിതുമ്പി നിന്ന നിമിഷങ്ങൾ ഒരുപക്ഷെ ജീവിച്ചിരുന്നെങ്കിൽ മാണിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുമായിരുന്നു. അത്രമാത്രം ചതിയും വിശ്വാസവഞ്ചനയുമാണ് കോൺഗ്രസിൻ്റെ മുഖമുദ്ര. അവരെന്നും കേരള കോൺഗ്രസിൻ്റെ നാശം മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പല പിളർപ്പുകൾക്കും പിന്നിൽ നിന്ന് ചരട് വലിച്ചത് കോൺഗ്രസ് മാത്രമായിരുന്നു.